ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. കാതോർത്തിടുവിൻ ദൈവജനമേ, ഹൃദയമരത്തിടുവിൻ ദൈവജനമേ. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം, ദൈവവചനം. ഒഴുകിയിറങ്ങുന്നു ജീവൻ നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ വായന, അധ്യായം 5. അധ്യായം 5 13 തിരുവചനങ്ങള്. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായില് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് തിരുസഭയില് ലൂർദ് മാതാവിന്റെ തിരുനാള് ആഘോഷിക്കുന്ന ദിവസമാണ്. ലൂർദ് മാതാവ് പ്രത്യേകമായിട്ടും രോഗികളുടെ മാതാവായിട്ട് പരിഗണിക്കാറുണ്ട്. ലൂർദില് ഓരോ ദിവസവും ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് രോഗികളെ അവിടെ കൊണ്ടുവരികയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആ ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഈ വായന തിരഞ്ഞെടുത്തത് തന്നെ. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്കും നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സൗഖ്യാരാധന കഴിഞ്ഞ് തൈലം പൂശി പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. നമുക്ക് എല്ലാ രോഗികളെയും നമ്മുടെ ഇടയിൽ ഇന്ന് കുറേയേറെ രോഗികളൊക്കെ വന്നിട്ടുണ്ട്. പലതരത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞവർ, പല പീഡകൾ അനുഭവിക്കുന്ന ആളുകളെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് യാക്കോബ് പറഞ്ഞത് വിശുദ്ധ അപ്പസ്തോലൻ നമ്മളോട് സൂചിപ്പിച്ചത്, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ സഭയിലെ ശ്രേഷ്ഠന്മാരെ, പുരോഹിതന്മാരെയൊക്കെ വിളിക്കണം. എന്നിട്ട് അവർ രോഗികൾക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ തന്നെ രോഗശാന്തി ലഭിക്കുമെന്നെല്ലാം ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് യാക്കോബ് പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. ദൈവമനുഷ്യര് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതേപോലെ സംഭവിക്കുന്നു. നമുക്ക് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തില് ഈ കാര്യങ്ങൾ അനുഭവപ്പെടുന്നു. ഞാൻ മലയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛന് മനസ്സിലായി, അവിടെ പന്നിയും കാട്ടാനിയൊക്കെ വളരുന്ന വസിക്കുന്ന സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ആളുകൾ പറഞ്ഞു, ഇവിടെ കപ്പയിട്ട് തിന്നാൻ പറ്റുകയില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അല്പം വെഞ്ചരിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നടത്തി. ഒരു വലിയ അത്ഭുതം കണ്ട് 3-4 വർഷമായി ഞാനവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കപ്പയിട്ടിട്ടോ ചേന നട്ടിട്ടോ ചേമ്പ് നട്ടിട്ടോ ഒരൊറ്റ ചേമ്പോ ഒരു കപ്പയോ ഒരു പന്നിയും ഒരു ആനയും നശിപ്പിക്കാതെ ദൈവം വേണ്ടതെല്ലാം നൽകുന്നത് അനുഭവിക്കുകയാണ്. നമ്മൾ വിശ്വാസപൂർവം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പം ദൈവം തൻ്റെ ദാസർക്ക് വേണ്ടതെല്ലാം നൽകും. നമ്മൾ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ സ്ഥിരതയോടെ നിന്നാൽ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ദൈവം തമ്പുരാൻ നൽകും. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് നമ്മുടെ രോഗങ്ങളും, ചില രോഗങ്ങളെല്ലാം ദൈവം തരുന്നത് നമ്മൾ ഓർക്കണം, നമ്മളെ പീഡിപ്പിക്കാനല്ല. പ്രത്യേകിച്ച് ഈ രോഗത്തിലൂടെ വലിയ ഒരു സൗഖ്യം, ചിലപ്പോൾ നമ്മൾ ഈ സഹനത്തിലൂടെ നമ്മുടെ കുടുംബത്തിൽ പലരും അനുഗ്രഹിക്കപ്പെടുന്നതിനായിരിക്കും. അപ്പൊ നമ്മുടെ നടുവേദനയോ നമ്മുടെ ചില തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് അയ്യോ എനിക്ക് ഈ രോഗമാണല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതിന് പകരം ഇതും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വരം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ ചില രോഗങ്ങൾ നമുക്ക് ദൈവം തരുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം. അങ്ങനെ നമുക്ക് ഈ ദിവസം ഈ ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ നാട്ടിലും ഈ സൗഖ്യം ലഭിക്കുന്നതിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് ഈ നിമിഷം നമ്മൾക്ക് തിന്മയുടെ എല്ലാ ശക്തികളും നമ്മളെ വിട്ടകന്നതിന് പോകുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം സൗഖ്യാരാധനയുടെ സമയത്ത് എല്ലാവരെയും ഇന്ന് തൈലം പൂശി പ്രത്യേകമായിട്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുദപിച്ചുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ നീരസമോ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് ഈ നിമിഷം യേശുവിൻ്റെ ആ കുരിശിൻ്റെ ഒട്ടിലേക്ക്
നമുക്ക് സമർപ്പിക്കാം. യേശുവിൻ്റെ കുരിശ് വഴി നമ്മൾ പൂർണ്ണമായിട്ടും രക്ഷപ്പെടുന്നതിന് അവിടുത്തെ തിരുരക്തം നമ്മളെല്ലാവരെയും വിശുദ്ധീകരിച്ച് എല്ലാ പാപങ്ങളും കഴുകി നമ്മളെ അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.